ഞങ്ങളുണ്ടല്ലോ 3 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു 4 മണി ആയിട്ടുണ്ടാവും ഞങ്ങളിവിടെ നിന്ന് തിരിച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ മുന്നിലോട്ട് പോയപ്പോഴത്തേനും കുട്ടിക്കാനം റോഡ് തിരിയുന്നതിന് മുന്നേ ഒരു സ്പോട്ടിൽ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ്. ഒട്ടും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല. എന്നിട്ട് നേരെ കുട്ടിക്കാനം റോഡ് പോവാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. നല്ല ഇരുട്ടുമുണ്ട്, അതായത് മഴയുടെ ആ ഒരു കോളും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു എൻഡിൽ നമ്മളിതാ ഇങ്ങനെ ഒരു നദി കണ്ടിട്ടുണ്ടായിരുന്നേ. ആ നദി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു ജംഗ്ഷനിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴത്തേനും നല്ല മഞ്ഞ് വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ മഞ്ഞ് എന്ന് ആരും വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇതല്ല മഞ്ഞ്. ഇനിയും നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ, അതായത് ഈ വീഡിയോയിലല്ല നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് ഇവിടുത്തെ മഞ്ഞ് എന്ന്. ഇനി നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിയിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ റിസോർട്ടെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ അവിടെ പോയാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വളഞ്ഞെങ്ങാനും വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല റഷ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വലിയ പാടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കുറേ ട്രാവൽ ചെയ്ത് ഒരു 5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് ഞങ്ങളുടെ റിസോർട്ട് എത്തിയിട്ടുണ്ട്. ഇനി റിസോർട്ടിൻ്റെ വ്യൂവും നമ്മുടെ ഇടുക്കിയുടെ വ്യൂ ഒക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. റിസോർട്ട് ഏതാണെന്നും റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഈ റിസോർട്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ഭാഗം നിറയെ റിസോർട്ടുകളായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ റിസോർട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കണ്ടപ്പോൾ ആ ഒരു ഫ്രണ്ട് വ്യൂ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും റിസോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടുത്ത വീഡിയോയിൽ കാണാം.